യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? യഹോവയുടെ സന്നിധിയിൽ നിന്നും എല്ലായ്പ്പോഴും പിന്മാറിപ്പോകുന്ന ഇസ്രയേലിനോടുള്ള ഒരു പ്രവചന ശബ്ദമാണ് നാം കേട്ടത്. ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ വചനം യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചതെങ്കിലും ഈ വചനം എടുത്ത് ധ്യാനിച്ചാൽ ഈ വചനം ഒരു പ്രവചന ദൂതായതുകൊണ്ട് ഇത് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഈ വേദഭാഗമെടുത്ത് ദൈവാത്മാവിൽ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. കാലാളുകളോടുകൂടി ഓടി ക്ഷീണിച്ച ചിലരോട്, തൻ്റെ ശക്തി ക്ഷയിച്ചു, തനിക്കിനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് കരുതി വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോയവർക്കുള്ള ഒരു ആത്മീക ദൂതിനെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്മീക ജീവിതം എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്, സന്തോഷകരമായി മുന്നോട്ട് പോകണം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അടിമുടി തകർന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. ചിലർക്ക് അതിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ എന്നേക്കുമായി അവിടെ വീണു പോകുന്നത് നമുക്ക് കാണാം. ഇതിനെ പിന്മാറ്റമെന്നോ ആത്മീക ജീവിതത്തിൻ്റെ തകർച്ചയെന്നോ ഒക്കെ പറയാം. എന്തു തന്നെയാണെങ്കിലും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും ഒരു ക്രൂശുണ്ട്, എല്ലാവർക്കും ഒരു ക്രൂശ് ഉണ്ട്. എന്നാൽ ക്രിസ്തു ചുമന്ന നിലയിലല്ല ആ ക്രൂശ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. കാരണം ക്രൂശിനെ ജയിച്ചവൻ നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ആ ക്രൂശിനെ ഓർത്ത് ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷകളുടെ ഒരു ക്രൂശ നമ്മുടെ മേൽ ഉള്ളതെങ്കിൽ, അതോർത്താ ഭാരപ്പെടുന്നതെങ്കിൽ, ഒരു പോക്കുവഴിയും കൂടെ നസ്രായൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ക്ഷീണിച്ചും തളർന്നും പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. പിന്നെ ഒരു തീരുമാനമെടുക്കും, എൻ്റെ പ്രാർത്ഥനയിലേക്ക് ഇനി ഞാൻ മടങ്ങി വരത്തില്ല, ഞാനിനി ആരാധിക്കത്തില്ല. മനഃപൂർവ്വമായി ദൈവത്തിൽ നിന്നൊരകലം വെച്ച് പലരും താളടിയായി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വചനം അവരോട് തന്നെ പറയുക, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചാൽ നീ കുതിരകളോടുകൂടി എങ്ങനെ ഓടും? സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നെങ്കിൽ യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ആഗ്രഹം നിന്നെ കുതിരകളോടുകൂടി ഓടിക്കുവാനും. ശരിയാണ്, ഇപ്പോൾ നീ കാലാളുകളോടുകൂടി ഓടി ക്ഷീണിച്ചിരിക്കുക, തകർന്നിരിക്കുക, ഭാരപ്പെട്ടിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം ക്ഷീണിച്ചും തളർന്നും പോയ നിന്നെ നോക്കി വചനം പറയാം, നിന്നെ ഓടിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അതിനി കാലാളുകളുടെ കൂടെയല്ല, കുതിരകളോടുകൂടെ തന്നെ ഓടിക്കുവാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. കാലാള് മനുഷ്യരാ. ഇതുവരെയുള്ള ഉണ്ടായിരുന്ന മത്സരം, കോമ്പറ്റീഷൻ ഇവരോടൊപ്പം ഓടുവാനായിരുന്നു. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന, മത്സരിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ടായിരുന്നു ഇതുവരെയുള്ള ഓട്ടവും. പല വ്യക്തികളുടെയും വായിലെ വാക്കുകളും ചില പ്രവർത്തികളുമാണ് ഇതുവരെ ക്ഷീണിപ്പിച്ചും തളർത്തിയതെങ്കിൽ
ദൈവം ആ കാലാളിനെ ഇനി മാറ്റുക. ഇനി കുതിരകളോടുകൂടി ഓടുവാൻ ദൈവം ചിലത് ചെയ്യാൻ പോവുക. ശ്രദ്ധിക്കണം, കാലാളിൻ്റെ കൂടെ ഓടുന്ന ഒരു ശക്തിയിൽ കുതിരയുടെ കൂടെ ഓടുവാൻ പറ്റില്ല. കർത്താവ് പറയുന്നത് എന്നെ കാലാളിൻ്റെ കൂടെ ഓടിക്കാനല്ല, കുതിരകളോടുകൂടെ ഓടിക്കുവാനാ ദൈവം അത് ചെയ്യുവാനാ പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കുതിരകളോടുകൂടെ ഓടണമെങ്കിൽ സാധാരണ ശക്തി പോരാ എനിക്ക്. നമ്മൾ ഈ കുതിരകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ലോകത്തിൽ പവറിനെ സൂചിപ്പിക്കുന്ന ഏകകം, അതിനെ പറയുന്നത് ഹോഴ്സ് പവർ എന്ന കുതിരശക്തി. കുതിരകളുടെ ശക്തി വെച്ചാണ് ഈ ലോകത്തിൽ പവറിനെ സൂചിപ്പിക്കുന്ന ഒരു ഏകകമുള്ളത്, അല്ലെ ഒരു വാക്കുള്ളത്. അത് കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഏകദേശം 280 കിലോഗ്രാം ഭാരം കുതിര ഒരു സെക്കൻഡിൽ ഒരടിയോളം ചലിപ്പിക്കാനുള്ള ശേഷി ഒരു കുതിരയ്ക്കുണ്ട്. ഒരു കുതിരയ്ക്ക് 250 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു സെക്കൻഡിൽ ഒരടിയോളം ചലിപ്പിക്കാനുള്ള പവർ, ശക്തിയുണ്ട്. ആ ഒരു ശക്തിയെ, അതായത് 280 കിലോഗ്രാം ഭാരത്തെ ഒരടിയോളം ചലിപ്പിക്കാൻ, അതും ഒരു സെക്കൻഡ് കൊണ്ട് ചലിപ്പിക്കാനുള്ള കുതിരയുടെ ആ പവറിനെ, ശക്തിയെയാണ് ഹോഴ്സ് പവർ, കുതിരശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു അർത്ഥമുണ്ട്. എന്നെ കുതിരകളോടുകൂടി ഓടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ കുതിരശക്തി എൻ്റെ മേലേക്ക് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. എങ്ങനെയാണ് ഈ ശക്തി ലഭിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം യേശു കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ആമേൻ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ഒരു ശക്തി എൻ്റെ മേൽ പകരപ്പെടും. ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ ശാരീരികമായി തളർന്ന് ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് ഈ വചനം കൈമാറുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് അരുളി ചെയ്ത ദൈവം അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്, ദൈവത്തിനൊരു ശക്തി പകരുവാൻ കഴിയും. കാലുകളുടെ മേലൊരു ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ഓട്ടത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഏലിയാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യം. തൻ്റെ വാക്കിനാൽ 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞുപോയി. മഞ്ഞോ മഴയോ വന്നില്ല. ഏലിയാവ് മഴ പെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുക. കൂടെ യൗവനക്കാരനുമുണ്ട്, ബാല്യക്കാരനുമുണ്ട്. 7 പ്രാവശ്യത്തോളം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൈമേഘം പൊങ്ങി വരുന്നുണ്ടെന്ന് ബാല്യക്കാരൻ വന്ന് ഏലിയാവിനോട് പറയുമ്പോൾ ഏലിയാവ് പറയുകയാണ്, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 45-ാം വാക്യം, അതിനവൻ, നീ ചെന്ന് ആഹാബിനോട് പറയണം, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് പ്രബോധിപ്പിക്കുക എന്ന് ഏലിയാവ് പറയുന്നു. 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. 46-ാം വാക്യം, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിലെത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ശ്രദ്ധിക്കണം, രാജാവിൻ്റെ രഥത്തിൽ ഞാൻ അറിഞ്ഞും ഞാൻ കണ്ടും വരുന്ന കാഴ്ച, ഇത് യുദ്ധത്തിന് ഉപയോഗിക്കുന്നതാണ് രഥം. അത് ഒരു കുതിരയായിരിക്കില്ല, കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 അതിലധികമോ കുതിരകൾ കാണും ഒരു രാജാവിൻ്റെ രഥത്തെ വലിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ എത്രത്തോളം കുതിരശക്തി ഒരു രഥത്തിൽ പ്രയോഗിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ കാണാം, യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വരുന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിലെത്തും വരെ, വചനം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു,
ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി ഓടി. ആഹാബ് എത്തുന്നതിന് മുമ്പേ ഇസ്രയേലിൽ ഏലിയാവിനെ എത്തിച്ച ദൈവത്തിൻ്റെ കൈ ഇന്ന് നമ്മുടെ മേൽ വരുന്നു. ദൈവത്തിൻ്റെ സകല മഹത്വവും ആ കയ്യിൽ, ആ ആത്മാവിൽ എന്തൊക്കെ ശക്തി ഏലിയാവിൻ്റെ മേൽ പകരപ്പെട്ടോ, ഇന്ന് തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന, ആത്മീകമായും ഭൗതികമായും ശാരീരികമായും ഒക്കെ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് ആ യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വരുന്നു. ഒരു കൈ വന്നപ്പോൾ ഇസ്രയേലിൽ ആദ്യം എത്തിച്ചേർന്നത് ഏലിയാവാണ്. ആമേൻ. സമാധാന ദേശത്ത് നിർഭയനായി കംഫർട്ട് സോണിൽ വസിപ്പാനല്ല ദൈവം വിളിച്ചത്. യോർദാൻ്റെ വൻകാട്ടിൽ ചില കാര്യങ്ങളെ ചെയ്യുവാനാ ദൈവത്തിൻ്റെ ശക്തിയോടെ. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആമേൻ. തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന വ്യക്തികളോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആ കരം, ഏലിയാവിൻ്റെ മേൽ വന്ന കരം, യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഇന്ന് അങ്ങ് പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നോ ആ വ്യക്തികളുടെ മേൽ, ശാരീരികവും മാനസികവുമായി തകർന്നും ക്ഷീണിച്ചു ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ ആ ദൈവിക ബലം, ആ ദൈവിക ശക്തി കർത്താവെ ഇപ്പോൾ തന്നെ പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം തകർന്നു പോയെന്ന് കരുതിയിരിക്കുന്ന ആ മാനസിക നിലവാരങ്ങൾ മാറിപ്പോട്ടെ. എനിക്കും ചെയ്യുവാനുണ്ട്. കാലാളുകളോടുകൂടി ഓടുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നേ, കുതിരകളോടുകൂടി ഓടുവാൻ, മുന്നോട്ട് പോകുവാൻ. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ, അങ്ങത് ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.